എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ ഞങ്ങള് പറയാൻ പോകുന്നത് ബിഗ് ബോസിലെ കാര്യങ്ങളായിരിക്കും. അപ്പൊ 3 പേരുടെ കാര്യമായിരിക്കും പ്രത്യേകിച്ച് പറയാനുള്ള. ഒന്ന് ആര്യനും, ഒന്ന് അക്ബറും, ഒന്ന് നെവിനും. നെവിന് എന്താഗ്രഹം ഇങ്ങനെ ചെയ്യാൻ? ഇന്ന് എന്താ ഇങ്ങനെ ചെയ്തത്? ലക്ഷ്മി പോയപ്പോ പ്രത്യേകിച്ച് അറിഞ്ഞതാ. ലക്ഷ്മി പോയപ്പോഴാണ് ഭയങ്കര കുഴപ്പമായത്. അന്ന് അനുമോളുടെ ഇന്നലെ അങ്ങോട്ട് അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതും ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കി, അത് വിട്ട് കളഞ്ഞു. ഇന്നെന്തോ ഇന്ന് ഷാനവാസിന്റെ ദേഹത്ത് പാലെടുത്ത് ഒഴിച്ചു കൊടുത്ത് നെഞ്ചായി ഹോസ്പിറ്റലിൽ കിടക്കുവോ? അപ്പൊ അതൊക്കെ നല്ലതാണോ? പുറത്താക്കിയേ പറ്റൂ. അയാൾ മാത്രമല്ല, ആര്യൻ, അക്ബർ, നെവിൻ, ഇതിനകത്ത് അവർക്ക് 3 പേർക്കും വഴക്കുണ്ടാക്കി കൂടിയ അതുമില്ല. അത് മാത്രമല്ല, ബിഗ് ബോസ് നെവിന്റെ അടുത്ത് വഴക്ക് പറയത്തില്ല, ബാക്കിയുള്ളവരടുത്തൊക്കെ വഴക്ക് പറയും. അക്ബർ, നെവിന്, ആര്യന്. ഇതിനകത്ത് ആര്യൻ കണ്ടില്ലെങ്കിൽ അക്ബർ നെവിന് വഴക്കുണ്ടാകും. അല്ലെങ്കിൽ നെവിൻ കണ്ടില്ലെങ്കിൽ അക്ബറും ആര്യനും ഇതാക്കും. ഇന്നലെ അങ്ങോട്ട് ആര്യനും അക്ബറും കൂടെ താഴെ ക്ലീൻ ചെയ്യാത്തോണ്ട് ഒന്ന് വഴക്കുണ്ടാക്കി. അതിന് എഗ് വേണ്ട എന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ട് നിന്ന് അതിന് ഭയങ്കരമായിട്ടും അക്ബർ അങ്ങ് പിടിച്ചു നിർത്തി. പിന്നെ ഭയങ്കരമായിട്ടും പ്രശ്നം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നൂറ് വന്നിട്ട് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴും ഒന്നും ചെയ്യുന്നില്ല, എന്നാ കഴിക്കണ്ടെന്ന് പറഞ്ഞ് പോയിട്ട് അത് പ്രശ്നമായി. ആരെയും ഭയങ്കരമായിട്ടും പ്രശ്നമാക്കി എടുത്ത്. പിന്നെ കഴിച്ചോന്ന് പറഞ്ഞിട്ട് നൂറ് കഴിച്ചില്ല. ഒരാളെ ജീവൻ വെച്ചാണ് കളിക്കണ്ട. എപ്പോഴും ഇങ്ങനെയാ. മുമ്പേ ഇച്ചിരി കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ ഭയങ്കരമായിട്ടും കുഴപ്പമായി. ഗെയിമില് നമ്മുടെ ആര്യന് പോയിന്റ് കിട്ടിയായിരുന്നു. അതിനകത്ത് നെവിനെ, അക്ബറിനെയും ആര്യനെയും ക്യാപ്റ്റൻ ആക്കിയായിരുന്നു. അതിന് വേണ്ടി വേറെ ആൾക്കാരെ ആക്കായിരുന്നു. അപ്പൊ അന്നത്തെ ക്യാപ്റ്റൻ ടീമിന് വേണ്ടി നമ്മള് കളിക്കാൻ നേരത്ത് അവര് നെവിൻ വന്ന് പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. നമ്മുടെ ആര്യനും പിന്നെ നമ്മുടെ അനുമോളും കൂടെ അത് വലിച്ചെടുക്കാൻ നോക്കി. നമ്മുടെ സാബുമാൻ ആ വഴി കൂടെ അവിടെ വഴക്കുണ്ടാക്കാതെ ചെന്ന് മാറി നിന്നായിരുന്നു. അത് കഴിഞ്ഞ് അനുമോള് വിട്ടിട്ട് പോയി ഈ നെവിന്റെ കുഴപ്പം കൊണ്ട്. അതുകൊണ്ട് ഈ നെവിനെ ഈ ബിഗ് ബോസിൽ നിന്ന് മാറ്റാനായിരിക്കും ഞങ്ങളുടെ തീരുമാനം. ഒരു വാർണിംഗ് കൊടുക്കുന്നുണ്ട്, ബിഗ് ബോസ് അങ്ങ് പുറത്താക്കിയൂടെ? അതുപോലെ എബിസിനെയൊക്കെ കാണാൻ എല്ലാരും കാണുന്നല്ലേ ബിഗ് ബോസ്? കൊച്ചുപിള്ളേരൊക്കെ കാണല്ലേ? ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണിച്ചാ കൊച്ചുപിള്ളേരൊക്കെ അച്ഛന്മാര്, അപ്പന്മാര്, അമ്മമാര് ഇവരൊക്കെ കാണുന്നല്ലേ? ഈ ചീത്ത വാക്കൊക്കെ പറയുമ്പോഴും അവരത് കണ്ട് പഠിക്കും. എന്നിട്ട് പുറത്തുപോയി അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാവും. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങളിങ്ങനെ പറയുമ്പം പ്രശ്നം ഉണ്ടാക്കാതെ നല്ല രീതിയിൽ നടന്നാൽ അവര് നിങ്ങളെ വോട്ട് ചെയ്യുകയും ചെയ്യും. ബിഗ് ബോസ് കുറെ ദിവസത്തേക്ക് നിശ്ചയിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് അവിടെ സന്തോഷമായിട്ട് നിന്ന് ഗെയിമും കളിച്ച് എല്ലാം കഴിഞ്ഞ് വരുമ്പോ പ്രൈസ് കിട്ടും. അത് നല്ലപോലെ കളിക്കണം. ഇപ്പൊ നെവിനെ എന്തായാലും പുറത്താക്കിയേ ഒപ്പോ. ഒരാളുടെ ജീവൻ വെച്ചല്ല കളിക്കേണ്ടുള്ളത്. നമ്മുടെ ദേഹത്തുള്ള പാർട്ടൊക്കെ ഒരു ജീവനാണ്. അത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴും നമ്മുടെ ശരീരത്തില് തണുപ്പുണ്ടായി ഒക്കെ പനി വരാൻ സാധ്യത കാണും. ഹോസ്പിറ്റലിൽ അവിടുത്തെ ഉമ്മയ്ക്ക് വിഷമം വരും. ഇങ്ങനത്തെ സ്കൂളിലൊക്കെ കണ്ട് സ്കൂളൊക്കെ പിന്നെ അവരൊക്കെ അങ്ങനെ ആവും. പിന്നെ അതല്ല ഇത് എപ്പോഴും ഇങ്ങനെയാണ്. ഇപ്പം നമ്മുടെ അക്ബറിന്റെ പ്രശ്നം അന്ന് ഫാമിലി വന്ന് കഴിഞ്ഞിട്ട് കുറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു നെവിന്റെ പ്രശ്നം വന്നത്. അപ്പം പ്രത്യേകിച്ച് തന്നെ
പനിയും വരും, അതിനകത്ത് നനവും സ്മെല്ലും എല്ലാം വരുകയും ചെയ്യും. അന്ന് രാത്രി അനുമോള് കടന്നുറങ്ങിയത് തറയിലായിരുന്നു. തറയിലും തണുപ്പുള്ള സ്ഥലമായിരുന്നു. പനിയും പെട്ടെന്ന് പിടിക്കും, നടുവേനയും ഒക്കെ വരും. അപ്പം ഈ നെവിനാണ് അതിനെക്കാട്ടി കുഴപ്പമുണ്ടാക്കുന്നത്. ആര്യനും അപ്പറും ഏതെങ്കിലും ഒരു കാര്യം കണ്ട അപ്പൊ പ്രശ്നം ഉണ്ടാക്കും. അത് കഴിഞ്ഞ് കുറച്ചു നേരം മാറിയിരിക്കും, കുറെ നേരം മാറിയിരിക്കും. അപ്പൊ നെവി വന്നിട്ട് അതിന് ഒരു പ്രശ്നം പറഞ്ഞ് അത് നിർത്തും. അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രശ്നം കൊണ്ട് ഇന്നലത്തെയും മെനഞ്ഞാത്തെയും ഒക്കെ പ്രശ്നം കൊണ്ട് ആ സമയത്ത് വരും. അപ്പൊ ഈ നൂറ് അന്ന് ഇന്നലെ ഒരു ദിവസം അവിടെ കടന്ന് എല്ലാം ക്ലീൻ ചെയ്തിട്ട് വേദനയായിട്ട് കടക്കുമായിരുന്നു. അപ്പം അതില അവിടെ നിപ്പുണ്ടായിരുന്നു. അതിലെ മസാജ് ചെയ്ത് കൊടുക്കുമായിരുന്നു കൈയൊക്കെ. അപ്പൊ ഒക്കത്തില്ല എന്ന് പറഞ്ഞപ്പോ നേരെ അനീഷിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് വാഷ്റൂം ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന്. ഇപ്പം പറഞ്ഞ് ഇപ്പൊ ക്ലീൻ ചെയ്യാൻ ഒക്കത്തില്ല, ഞാൻ രാവിലെ ക്ലീൻ ചെയ്തയാന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് നൂറ് അങ്ങോട്ട് വന്നപ്പോ പ്രശ്നം ഉണ്ടാക്കി. നമ്മുടെ അപ്പറും ആര്യനും പ്രശ്നമുണ്ട്. അതിന് അപ്പൊ ഈ അനുമോള് ഇന്നലെ കിടന്നുറങ്ങിയത് തറയിലുക. ഒരു ശല്യം വരാതിരിക്കാൻ സോഫയുടെ അടിയിലാണ് കിടന്നുറങ്ങിയത്. അന്ന് നമ്മള് കറക്റ്റ് സമയത്ത് ഫുഡ് ഉണ്ടാക്കി കൊടുക്കത്തില്ല. പിന്നെ നൂറ് മെഡിസിൻ കഴിക്കും, ഷാനവാസ് മെഡിസിൻ കഴിക്കും. അതുമാത്രല്ല ഉണ്ടാക്കി കൊടുക്കാത്തോ പോരാ, അതിന്റെ മുകളിൽ പാല് ഒഴിച്ചു കൊടുത്തു. അപ്പൊ അത് പനി ഒന്ന് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാ അവരുടെ ഫാമിലി വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അന്ന് ഫാമിലി വന്നിട്ട് നല്ലപോലെ നോക്കിയിട്ട് ഒരു വഴക്കൊന്നും ഉണ്ടാക്കാതെയായിരുന്നു അന്ന് പോയത്. അപ്പൊ ഈ അന്ന് ഇന്നലെ രാത്രി നമ്മുടെ ആര്യനും അപ്പറും ചുമ്മാതെ അവിടെ എണ്ണീച്ച് നൂറ് വന്ന് ചുമ്മാതെ വന്നപ്പോ അപ്പനെ അങ്ങ് പ്രശ്നം ഉണ്ടാക്കി. അത് ശരിയാണോ? അല്ലല്ലോ. അപ്പൊ അന്ന് ആദ്യമേ പോണ്ടുള്ള സമയം അപ്പറിന്റെ അത് കഴിഞ്ഞു. എന്നാലും കുഴപ്പമില്ല, അത് കഴിഞ്ഞ് ഓക്കെ ആയി. നെവിൻ ഉറപ്പായിട്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പറിനെ ആയിരിക്കും പുറത്തെടുക്കേണ്ടുള്ളത്. അത് കഴിഞ്ഞാൽ എന്നിട്ട് മതി നമ്മുടെ സാബുമാൻ പോണ്ടുള്ളത്. അപ്പൊ നമ്മുടെ സാബുമാൻ ഇപ്പൊ ഓക്കെയാ. സാബുമാൻ വഴക്ക് ഇതുവരെയായിട്ട് ഉണ്ടാക്കിയിട്ടില്ല വന്നത് തൊട്ട്. പിന്നെ ഗെയിംസ് ഒക്കെ നല്ലപോലെ കളിക്കുന്നുണ്ട്. ഓക്കെയാ, സാബുമാൻ ഓക്കെയാ. സാബുമാനെ തീരുന്നവരെ നടക്കണ്ടുള്ളയാ, അത് ഓക്കെയാ. അപ്പൊ നമ്മുടെ അന്നൊരു ദിവസം നമ്മുടെ അനീഷ് ഫാമിലി വന്നപ്പോ അവിടെ നിന്ന് കരഞ്ഞതാ. അത്രയ്ക്ക് ഇഷ്ടമുള്ളതായിരുന്നു. പിന്നെ അന്ന് അനുമോളും ഫാമിലി വന്നപ്പം കരഞ്ഞോണ്ടായിരുന്നു ചെന്നത്. അത്ര ഇഷ്ടമുള്ള ഒരു ഫാമിലിയുടെ മുമ്പിൽ വെച്ചൊക്കെ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? അല്ല. വെള്ളം ഒഴിക്കുമ്പോ കാണുമ്പോ ഫാമിലിക്ക് വിഷമം കാണത്തില്ലേ? തറയിലല്ലേ കടക്കുന്നുള്ളത്. എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാ എന്തെങ്കിലും ചെയ്യാൻ നോക്കുവോ? അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണോ? അവരുടെ ഉമ്മാവാപ്പാക്ക് വിഷമമൊന്നും അവരെന്തോ ചെയ്യും? അവര് അവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയ അവർക്കും ആ ബിഗ് ബോസ് ഉള്ളവർക്കും വിഷമായി ലാലേട്ട് കണ്ടിക്കൊന്നവർക്ക് അങ്ങനെയുണ്ടേ. ഒരു വാണിംഗ് എടുക്കുന്നേ പോതാക്കിയില്ലേ?
നെവിന് വേണ്ടി പരിഹാരിക്കണം. അത് പുറത്താക്കിയാൽ ഒക്കത്തുള്ളൂ.